ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്നൊരു കൊറിയൻ ഓൺഗോയിങ് ഡ്രാമയുമായിട്ടാണ് നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാര് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ വലിയൊരു ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്ന ഹീറോയിൻ ആയിട്ടുള്ള ഹാന്യൂളിനെയാണ് കാണിക്കുന്നത്. പുള്ളിക്കാരിക്ക് ഭയങ്കര സിവിയർ ആയിട്ടുള്ള വയറുവേദന കാരണം വയറും പൊത്തിപ്പിടിച്ച് പുറത്തേക്ക് നടന്നു വരും. പുറത്തു നോക്കുമ്പോഴോ എല്ലാം ഭയങ്കര നോർമൽ ആയിട്ടാണ് പോകുന്നത്. പുറത്തുള്ള എല്ലാവരും അവരുടെ ലൈഫ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അവരുടെ ലൈഫ് നോർമൽ ആയിട്ടാണ് പോകുന്നത്. പക്ഷെ എന്റെ ലൈഫ് മാത്രം എന്താ ഇങ്ങനെ പോകുന്നത്? ഒരു എൻജോയ്മെന്റും ഇല്ല, ഒന്നും തന്നെ എന്റെ ലൈഫിലില്ല. എന്റെ ലൈഫ് ഭയങ്കര കഷ്ടമാണെന്നും പറഞ്ഞിട്ട് വയറും പൊത്തിപ്പിടിച്ച് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് പോകും. പാതി ദൂരം നടന്നെത്തുമ്പോഴേക്കും വയറുവേദന കൂടി ഹാന്യൂള് പെട്ടെന്ന് കുഴഞ്ഞ നിലത്തേക്ക് വീഴും. ആ ടൈമിലാണ് വലിയൊരു ട്രക്ക് ഹാന്യൂളിന് നേരെ പാഞ്ഞു വരുന്നത്. ഇത് കാണുമ്പോ ഹാന്യൂളും തീർന്നു, എന്റെ ലൈഫ് ഇവിടെ വെച്ച് തീരുവാണെന്നും പറഞ്ഞിട്ട് ആ ട്രക്ക് നോക്കി ഷോക്കായിട്ട് നിൽക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ഹീറോനെ കാണിക്കാണ്. ഹീറോ ഒരു വലിയ പ്ലാസ്റ്റിക് സർജൻ ആണ്. ഹീറോന്റെ പേര് ജംഗോ. ജംഗോ ഇപ്പോ ഒരു സർജറി നടത്തിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് എന്തോ ഒരു മിസ്റ്റേക്ക് വന്ന് ആ പേഷ്യന്റിന് ബ്ലീഡ് ആവാനായിട്ട് തുടങ്ങും. ഇത് കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാണ്ട് ജംഗോയും ഭയങ്കര ഷോക്കായിട്ട് നിൽക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് 2009 ഇവരുടെ പാസ്റ്റിലേക്കാണ് പോകുന്നത്. ഹാന്യൂൾ ഇപ്പോ ബൂസെല്ല് +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവിടെ നടന്നൊരു എക്സാമിന് ആ ഒരു ബൂസെല്ല് തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ച സന്തോഷത്തില് ആ നാട്ടിലുള്ള എല്ലാവർക്കും ഹാന്യൂളിന്റെ അമ്മയും മംഗളും കൂടി ഒരു പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്യും. നിങ്ങൾക്ക് ഇന്ന് എന്ത് വേണമെങ്കിലും ഇവിടെ നിന്ന് ചോദിച്ചു വാങ്ങി കഴിക്കാം. എന്റെ മോള് വിജയിച്ച സന്തോഷത്തിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഈ വിരുന്ന് വെക്കുന്നത്. നാളെ മുതൽ ഇതൊന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് അങ്കിളും ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരുടെ അടുത്തും പറയും. അവിടെയുള്ള നാട്ടുകാർ പോലും ഹാന്യൂളിനെ കുറിച്ച് ആലോചിച്ച് ഭയങ്കര പ്രൗഡായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഹാന്യൂള് നമ്മുടെ നാട്ടുകാരിയാണെന്ന് പറയാൻ പോലും ഒരു ഭാഗ്യമൊക്കെ വേണം. അത്രയ്ക്കും ഹാന്യൂള് മിടുക്കിയാണെന്ന് പറയും. അതിന് എന്റെ മകള് 1-ാം വയസ്സില് ABCD ചൊല്ലി, 3-ാം വയസ്സില് കമ്പനിയുടെ കണക്കുകൾ മൊത്തം ഹാൻഡിൽ ചെയ്യാനും തുടങ്ങി. അതിനപേക്ഷിച്ച് അവളിപ്പോ ഫസ്റ്റ് മാർക്ക് എടുത്തതില് എനിക്ക് വലിയ അതിശയമൊന്നും തോന്നുന്നില്ല എന്ന് പറയും. എന്തായാലും ഹാന്യൂള് ഭയങ്കര മിടുക്കിയാണ്. ഇനി ഹാന്യൂളിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് ഇങ്ങനെ ചോദിക്കും. എന്റെ മകൾ സ്കോർ ചെയ്യുന്ന മാർക്ക് വെച്ച് അവൾക്ക് എന്തായാലും ഈസി ആയിട്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടും. അവൾ എന്തായാലും ഒരു ഡോക്ടർ ആകും, അതെനിക്ക് ഉറപ്പാണെന്ന് പറയും. ആ ടൈമിന് നമ്മുടെ ഹീറോയിൻ ബുക്കൊക്കെ വായിച്ചുകൊണ്ട് സൈഡിലൂടെ ഓടുന്നത് ഈ നാട്ടുകാർ മൊത്തം കാണും. ഇതെന്താണ് അവൾ ഇങ്ങനെ ഓടി പോകുന്നത്? ഒന്ന് നടന്നു പോയാൽ എന്താന്ന് ഇങ്ങനെ ചോദിക്കും. അവളെ ടൈം മാനേജ് ചെയ്യുന്നതിൽ ഇത്തിരി കണിശക്കാരിയാണ്. ഒരാഴ്ചത്തെ ഡ്രസ്സ് തന്നെ അവൾ ഒരുമിച്ച് എടുത്തു വെക്കും. അതേപോലെ ഈസി ആയിട്ട് ഡൈജസ്റ്റ് ആവുന്ന ഫുഡുകൾ മാത്രമേ അവൾ കഴിക്കാറുള്ളൂ. റെസ്റ്റ് റൂമിൽ പോവാനൊരു ടൈം, തുമ്മാനൊരു ടൈം, കോട്ടവായി വിടാനൊരു ടൈം, എന്ത് പറയാനായിട്ട് ബുക്ക് മറിക്കാൻ പോലും അവൾക്കൊരു ടൈമിംഗ് ഉണ്ട്. അതനുസരിച്ച് അവൾ മുന്നോട്ട് പോവുള്ളൂ എന്ന് പറയും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ഇതേ വർഷം തന്നെ സിയോളില് ഏതോ ഒരു മോക്ക് ടെസ്റ്റില് ഫസ്റ്റ് റാങ്ക് എടുത്തു എന്നും പറഞ്ഞ് ഹീറോനെ പ്രശംസിക്കുന്നതിന് പകരമായിട്ട് ഒരു കട്ടൗട്ടറൊക്കെ വെക്കും. ഹീറോ ഹാന്യൂളിനെ പോലെയല്ല, ഇത്തിരി ജോളി ടൈപ്പാണ്. ഇതെല്ലാം കണ്ടിട്ട് ഫ്രണ്ട്സിന്റെ അടുത്ത് ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടോടാ, ഇതൊക്കെ നോർമൽ അല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. എന്താടാ നീ പറയുന്നത്, നോർമൽ ആണെന്നോ? നീ എന്തൊരു വലിയ കാര്യമാണ് സാധിച്ചു വന്നിട്ടുള്ളത്. എന്തായാലും നീ അതിന്റെ ഫ്രണ്ടിലേക്ക് ചെന്ന് നിൽക്ക്, 2-3 ഫോട്ടോസ് ഞാൻ എടുത്തു തരാന്ന് പറയും. ആ ഓക്കെ എന്ന് പറഞ്ഞ് ഹീറോയിൻ 2-3 പോസ് ഒക്കെ കൊടുക്കും. ഇത് കാണുന്ന ഫ്രണ്ട്സും, നീ എന്ത് പോസാ കൊടുക്കുന്നത്? നീ എടുത്ത മാർക്ക് വെച്ചേ നിന്നൊരു ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്ന് ഇറക്കണം. പക്ഷെ ബഡ്ജറ്റ് ഇല്ല, അതുകൊണ്ട് നീ നോർമലായിട്ട് നടന്നു വന്നാ മതി, ഞങ്ങൾ അടിപൊളിയായിട്ട് ഫോട്ടോസ് എടുത്തു തരാന്ന് പറയും. അങ്ങനെ ഹീറോയും നല്ല രീതിക്ക് 2-3 പോസ് ഒക്കെ കൊടുത്ത് ഫ്രണ്ട്സും വളഞ്ഞു ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുക്കും. അങ്ങനെ ഈ ഫോട്ടോസ് ഒക്കെ കണ്ട് ഫ്രണ്ട്സും ഹീറോയും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് വീണ്ടും ബൂസെല്ല് കാണിക്കാണ്. ഹാന്യൂളിന്റെ ഫാദർ മരിച്ചിട്ട് ഇന്നേക്ക് 1 ഇയർ ആയിട്ടുണ്ട്. അതിന്റെ ഒരു ചെറിയ വിരുന്നൊക്കെ വീട്ടിൽ വെച്ച് നടത്തും. അച്ഛന്റെ ചേച്ചിയും അനുജത്തിയും വന്നിരുന്ന് ഓരോരോ കുറവുകളും പറയുന്നുണ്ട്. പക്ഷെ അമ്മയാണെങ്കിലോ അതൊന്നും വലിയ രീതിക്ക് മൈൻഡ് ചെയ്യുന്നില്ല. അതിനിടയിലാണ് ചേച്ചി ഹീറോയിന്റെ അമ്മയുടെ അടുത്ത്, നീ എന്തായാലും നിന്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് 1 വർഷമായിട്ട് ആ കമ്പനി നടത്തി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കല്ലേ, എന്തായാലും നമുക്ക് ആ കമ്പനി അങ്ങോട്ട് വിൽക്കാം. എന്നിട്ട് അതിന്റെ 50% നീ എടുത്തോ, പിന്നെ ബാക്കിയുള്ള 50%-ല് 30% എനിക്കും 20% അനുജത്തിക്കുമായിട്ട് കൊടുക്കാന്ന് പറയും. പക്ഷെ അനുജത്തിക്ക് അത് കേട്ട് ഒട്ടും ഇഷ്ടപ്പെടില്ല. എന്ത് എനിക്ക് 20%ഓ? അതിന് ഞാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയും. അപ്പൊ തന്നെ ചേച്ചി, എന്താ നിനക്ക് സമ്മതിച്ചാല് 50% എന്തായാലും ഹാന്യൂളിന്റെ അമ്മക്ക് കൊടുക്കണം. അവളല്ലേ ഇത്രയും നാള് കഷ്ടപ്പെട്ട ഫാക്ടറി ഒക്കെ നടത്തിക്കൊണ്ടു പോയത്. അപ്പൊ നീ സമ്മതിക്കാണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയും. ആ ചേച്ചിക്ക് 50% കൊടുക്കുന്നതില് എനിക്കും പ്രോബ്ലം ഒന്നുമില്ല, പക്ഷെ എനിക്ക് 20%-ഉം നിനക്ക്
50%. അത് ഞാൻ സമ്മതിക്കില്ല. പറ്റുമെങ്കിൽ 50-50. എനിക്ക് 25% വേണോന്ന് പറയും. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് വാക്ക് തർക്കമാകും. പക്ഷേ ഹാന്യൂൾ ആണെങ്കിലോ ഇതൊന്നും മൈൻഡേ ചെയ്യുന്നില്ല. പുള്ളിക്കാരി അവിടെ ഇരുന്ന് പഠിക്കാനായിട്ട് തുടങ്ങും. അതേ ടൈം ആന്റിമാര് തമ്മില് മുടിക്കൊക്കെ കുത്തിപ്പിടിച്ച് മുട്ടനിടിയാകും. അമ്മയൊക്കെ വന്ന് ഇതൊക്കെ തടുക്കാനായിട്ട് നോക്കുമെങ്കിലും പക്ഷേ ഒരു തരത്തിലും പറ്റുന്നില്ല. അതിനിടയിൽ ഒരു ആന്റി നമ്മുടെ ഹാന്യൂളിന്റെ മേത്തേക്ക് വീഴും. ഹാന്യൂൾ ഒന്ന് ചരിഞ്ഞു വീഴുമെങ്കിലും ഹാന്യൂൾ അതൊന്നും കാര്യമാക്കാണ്ട് ഉരുണ്ടുപോയി അവിടെ കിടന്ന് പഠിക്കാനായിട്ട് തുടങ്ങും. കുറച്ചു നേരം പഠിച്ചു കഴിഞ്ഞ് അവളുടെ സ്റ്റോപ്പ് വാച്ച് ഓഫ് ചെയ്ത് അങ്ങനെ തന്നെ ചാടി എഴുന്നേൽക്കും. അമ്മ, എന്തായാലും നമുക്ക് ആ ഫാക്ടറി വിൽക്കാം. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന എല്ലാ ക്യാഷും നമുക്ക് എടുക്കാം. ഇതേ ഗ്രാൻഡ് പ ഉണ്ടാക്കിയ ഫാക്ടറി ഒന്നുമല്ല, എന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഫാക്ടറിയാണ്. അതുകൊണ്ട് തന്നെ ഷെയർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആ ക്യാഷ് എടുത്തിട്ട് സിയൂളിലേക്ക് പോവാന്ന് പറയും. അമ്മയാണെങ്കിൽ ഇത് കേട്ട് ഷോക്കായിട്ട് ഹീറോയിനെ ഒന്ന് നോക്കും. അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അമ്മയല്ലേ പറയുന്നത് ഞാനൊരു ഡോക്ടർ ആവണമെന്ന്. അതിന് ഞാൻ പഠിച്ചാൽ മാത്രം പോരാ, ക്യാഷും വേണം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഫാക്ടറിയൊക്കെ വിൽക്ക്. എന്നിട്ട് നമുക്ക് ആ ക്യാഷും കൊണ്ട് സിയൂളിലേക്ക് പോവാന്നും പറഞ്ഞ് പുള്ളിക്കാരി തിരിഞ്ഞു ഒരു ഹെയർ ഫ്ലിപ്പ് ഒക്കെ അടിച്ച് ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ട് നടന്നങ്ങോട്ട് പോകും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ഹീറോന്റെ ക്ലാസ് റൂമിലേക്ക് ഒരു പയ്യൻ ഓടിക്കതച്ച് വരും. ഗായ്സ്, നിങ്ങൾ അറിഞ്ഞോ, പുതിയൊരു സ്റ്റുഡന്റ് ട്രാൻസ്ഫർ ആയിട്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് വരുന്നുണ്ടെന്ന് പറയും. അപ്പൊ തന്നെ എല്ലാവരും അതാണാണോ പെണ്ണാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. എടാ, ഒരു പെണ്ണാണ്, അതും നല്ല സുന്ദരി പെണ്ണ്. കാണാനേ എന്ത് കിഡിലെന്നാണെന്ന് അറിയാമോ? പിന്നെയുണ്ടല്ലോ അവള് നന്നായിട്ട് തന്നെ പഠിക്കും. അതുമല്ലാണ്ട് അവള് പഠിച്ച സ്ഥലത്ത് ഒരു എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ച പെൺകുട്ടിയും കൂടി അവളാണ്. മിക്കവാറും അവള് നമ്മുടെ ജങ്കുവിന് ഒരു കോമ്പറ്റീറ്റർ ആയിരിക്കും എന്ന് പറയും. ഇത് കേട്ട് ഹീറോ ഒന്ന് പേടിക്കുന്നൊക്കെ ഉണ്ട്, എന്നാലും കൂളായിട്ട് ഇരിക്കുന്ന പോലെയൊക്കെ ആക്ട് ചെയ്യും. അങ്ങനെ കുറച്ചു കഴിയുമ്പോ ഹീറോയിൻ ക്ലാസ് റൂമിലേക്ക് കയറി വരും. ക്ലാസ് ടീച്ചറും എല്ലാവർക്കും ഹീറോയിനെ പരിചയപ്പെടുത്തിയൊക്കെ കൊടുക്കും. പെൺകുട്ടികളെല്ലാവരും കുശുമ്പോട് കൂടിയാണ് നോക്കുന്നതെങ്കിൽ ആൺകുട്ടികളെല്ലാവരും ഹീറോയിനെ കണ്ട് മതിമറന്ന് നിൽക്കാണ്. പക്ഷേ ഹീറോയിന്റെ ഫുൾ ഫോക്കസും ഹീറോയിന്റെ അടുത്തേക്കാണ്. കാരണം വേറൊന്നുമല്ല, ഹീറോയിനെ കുറിച്ച് ഹീറോയിൻ നേരത്തെ തന്നെ അറിഞ്ഞിട്ടുണ്ട്. ഒരു ഉറക്കുള്ളില് രണ്ട് കത്തി പാടില്ല, ഒരു കത്തി മാത്രമേ പാടുള്ളൂ എന്നുള്ള ആറ്റിറ്റ്യൂഡില് ഹീറോയിനെ നോക്കും. ഹീറോയാണെങ്കിൽ ഇവിടെ രണ്ട് സൂര്യൻ വേണ്ട, ഒരു സൂര്യൻ മതി എന്നുള്ള ദൃഢനിശ്ചയത്തിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ ഓരോ സ്റ്റുഡൻസ് വന്ന് ഓരോ കാര്യങ്ങളായിട്ട് ഹീറോയിന്റെ അടുത്ത് ചോദിക്കാനായിട്ട് തുടങ്ങും. ഹീറോയിൻ ആണെങ്കിൽ ഒരു മറുപടിയും കൊടുക്കാണ്ട് പുള്ളിക്കാരി ബുക്ക് തുറന്നു വെച്ച് പഠിക്കാനായിട്ട് തുടങ്ങും. ഇത് കാണുമ്പോൾ ഹീറോയും അല്ല നീ എന്താ ഇവിടെ ഇരുന്ന് പഠിക്കുന്നേന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഹീറോയിന് ദേഷ്യം കയറിയിട്ട് ഒരു പെൺകുട്ടി ഇവിടെ ഇരുന്ന് പഠിക്കുമ്പോ ആ പെൺകുട്ടീനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്നുള്ള മാനേഴ്സ് പോലും നിനക്കറിയില്ലെന്നും പറഞ്ഞ് ഒരുപാട് ചീത്ത അങ്ങാട് പറയും. പാവം നമ്മുടെ ജങ്കു വല്ലാണ്ട് നാണം കെടും. അങ്ങനെ ഇന്റർവെല്ലിന് ജങ്കുവും രണ്ട് ഫ്രണ്ട്സും കൂടി ഹീറോയിനെ കുറ്റം പറഞ്ഞ് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ നമ്മുടെ ഹാന്യൂള് പഠിച്ചുകൊണ്ട് എക്സസൈസ് ചെയ്തോണ്ടിരിക്കും. ഇത് കാണുന്ന ജങ്കുവും ഒന്ന് ഷോക്കാകും. എന്താണ് ഇവിളി കാണിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഫ്രണ്ട്സും അതെന്താണെന്ന് നിനക്ക് ഇതുവരെയായിട്ടും മനസ്സിലായില്ലേ? ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാല് അവളുടെ ഫിസിക്കൽ ഹെൽത്തിനെ അത് ബാധിക്കില്ലേ? അപ്പോ അങ്ങനെ അവളുടെ ഗ്രേഡ് കുറഞ്ഞു പോയാൽ ശരിയാവില്ലല്ലോ എന്ന് ഓർത്ത് അവളെ എക്സസൈസ് ചെയ്ത് പഠിച്ചോണ്ടിരിക്കുകയാണ്. അവൾക്ക് എന്തായാലും ഭയങ്കര കാഞ്ഞ ബുദ്ധിയാണെന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഹീറോനൊന്ന് ഷോക്കാകും. എന്റെ ദൈവമേ, വെളുത്തിരി കൂടിയ സാധനം ഒന്നും പറഞ്ഞിട്ട് ജങ്കു നേരെ ക്ലാസ്സിലേക്ക് ചെന്നിരിക്കും. അങ്ങനെ സാറ് വന്നിരുന്ന് ഒരു സബ്മിറ്റ് കൊടുക്കും. എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്ത് ആൻസർ പറയാനായിട്ട് പറയും. ഹാന്യൂള് വായുവിലിരുന്ന് കണക്ക് കൂട്ടുമ്പോ ജങ്കു പേപ്പറിലിരുന്ന് കണക്ക് കൂട്ടി അതിന്റെ ആൻസർ കണ്ടെത്തും. സാർ, ഞാൻ പറയാന്നും പറഞ്ഞ് കൈവെക്കുമ്പോ തന്നെ ഹാന്യൂൾ അതിന്റെ ആൻസർ പറഞ്ഞു കഴിയും. ദൈവമേ, ഇവളെന്തായാലും എനിക്കൊരു പേടി സ്വപ്നമായിട്ട് മാറുമെന്നും പറഞ്ഞ് ഹീറോയും ഒന്ന് പേടിച്ചിരിക്കും. അങ്ങനെ ഇന്റർവെല്ലിന്റെ ടൈമിന് ഹീറോയിനെ എന്തോ എടുത്ത് വായിലിട്ട് ചുമക്കാനായിട്ട് തുടങ്ങും. ഇത് കാണുന്ന ജങ്കുവും എന്താണ് അവളെടുത്ത് വായിലിട്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഫ്രണ്ട്സും എന്താണെന്ന് നിനക്ക് ഇതുവരെയായിട്ട് മനസ്സിലായില്ലേ? പുള്ളിക്കാരിയെ കോഫി കുടിക്കുന്നതിന് പകരമായിട്ട് കോഫി പൗഡറും ഷുഗറും മാത്രമേ കഴിക്കുള്ളൂ. കോഫി ആയിട്ട് കുടിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് റൂമിൽ പോവേണ്ടി വരും. ആ ഒരു ടൈമും കൂടി സേവ് ചെയ്ത് പഠിക്കാലോ എന്ന് വിചാരിച്ചാണ് പുള്ളിക്കാരി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഇങ്ങനെ പറയും. എന്താണ് ഇത്, ഒരു പെൺകുട്ടി എത്ര നേരം റെസ്റ്റ് റൂമിൽ പോവാണ്ടിരിക്കുമെന്ന് ഇങ്ങനെ ചോദിച്ച് ജങ്കു ഭയങ്കര ഷോക്കായിട്ട് നിൽക്കും. അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ജങ്കു വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് സെക്യൂരിറ്റിയുടെ അടുത്ത് സംസാരിക്കാനായിട്ട് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ സെക്യൂരിറ്റി പോലും നമ്മുടെ ജങ്കുവിനെ നല്ല രീതിക്ക് കളിയാക്കും. നിന്നെ ബീറ്റ് ചെയ്യാനായിട്ട് പുതിയൊരു പെൺകുട്ടി വന്നെന്നറിഞ്ഞല്ലോ, അപ്പൊ നീ ഇനി സെക്കൻഡ് റാങ്കിലേക്ക് പോകൂല്ലേ എന്ന് ചോദിക്കും. ഇത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ പോലും ജങ്കു അതൊക്കെ അടക്കെ പിടിച്ചൊന്ന് ചിരിച്ചോണ്ട് നിൽക്കും. ആ ടൈമിനാണ് ഹാന്യൂള് ഓടി പുറത്തേക്ക് പോകുന്നത്. ഇത് കാണുമ്പോ തന്നെ സെക്യൂരിറ്റിയും
കണ്ട കണ്ട ആ പെൺകുട്ടിക്ക് എന്തൊരു സിൻസിയാരിറ്റിയാണ്. എത്രയും പെട്ടെന്ന് ഓടി വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാല് അത്രയും നേരം പഠിക്കാലോ എന്ന് വിചാരിച്ചാണ് ആ പെൺകുട്ടി ഓടി വീട്ടിലേക്ക് പോകുന്നതെന്ന് അറിയും. ഇതും കൂടി ആവുമ്പോഴത്തേക്കും ജങ്കുവിന് വല്ലാത്ത സീനാകും. ഇനിയില്ല, ഇനി ഞാൻ അവൾക്ക് വിട്ടുകൊടുക്കില്ല, ഫസ്റ്റ് റാങ്ക് ഞാൻ തന്നെ വാങ്ങും, നോക്കിക്കോന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനും നമ്മുടെ ഹാനുവലിന്റെ പുറകെ ഓടും. ജങ്കു ആണെങ്കിൽ ആ പുറകെ ഓടി വരുന്നുണ്ടെന്ന് ഹാനുവലിന് മനസ്സിലാകും. ജങ്കു അടുത്തേക്ക് എത്തുന്നത് വരെ ഹാനുവൽ സ്ലോ ആയിട്ട് ഓടി ജങ്കു അടുത്തേക്ക് എത്തിയ ഉടനെ തന്നെ ഭയങ്കര ഫാസ്റ്റിൽ ഓടാനായിട്ട് തുടങ്ങും. എന്നാലും ജങ്കു വിടാണ്ട് പുറകെ വെച്ചു പിടിക്കും. പക്ഷെ ഒരു ഘട്ടത്തിന് മേല് ഇനി ഓടാനായിട്ട് പറ്റില്ല എന്ന് മനസ്സിലാക്കി ജങ്കു അവിടെ വെച്ച് തന്നെ ഗിവ് അപ്പ് ചെയ്യും. ഹാനുവൽ ആണെങ്കിലോ മുന്നോട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കും. എന്തൊക്കെ വന്നാലും നടക്കേണ്ടത് നടക്കുക തന്നെ ചെയ്യും. നമുക്കൊരിക്കലും ഫ്യൂച്ചർ മാറ്റാൻ പറ്റില്ല എന്ന് നമ്മുടെ ജങ്കുവിന് മനസ്സിലാകും. അതേ ടൈം ഹാനുവലിനാണെങ്കിലോ ഞങ്ങൾ പരസ്പരം മത്സരിച്ച് പഠിച്ചാലും ഹാങ്ങിങ് യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങളിൽ ഒരാൾക്ക് മാത്രമേ സീറ്റ് കിട്ടുകയുള്ളൂ, അതെനിക്കിപ്പോ മനസ്സിലായി എന്നും പറഞ്ഞിട്ട് ഹാനുവൽ മുന്നോട്ട് തന്നെ ഓടും. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ പാർട്ടും കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓൺഗോയിങ് ഡ്രാമ ആയതുകൊണ്ട് തന്നെ പാർട്ട് വൈസ് ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുക. ഇതിന് ഒരു പ്രോബ്ലവും ഇല്ലെങ്കിൽ നെക്സ്റ്റ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സി യു.